നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് തെക്കേത്തുറവിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമറിലെ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കൂട്ടനല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറിഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. മണലിയിൽ മിനി വാനിന് പിറകിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്ക്. KECB പുതുക്കാട് വരന്തരപ്പള്ളി സെഷൻ ഓഫീസുകളിലെ തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. സമരപരിപാടികൾ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ. മൂന്ന് ഗുണ്ടകളെ കാപ്പ ചുമത്തി ജയിലിലാക്കി. അറസ്റ്റിലായവരിൽ വരന്തരപ്പള്ളി കൊടകര സ്വദേശികളും. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. വെള്ളാരംപാടം സ്വദേശി തേരകത്ത് പങ്കജാഷൻ ഭാര്യ 57 വയസ്സുള്ള സജിതയ്ക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 8-നാണ് സംഭവം. തലയ്ക്ക് പരിക്കേറ്റ സജിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടാപ്പിംഗ് കഴിഞ്ഞ് സ്കൂട്ടറിലുണ്ടായിരുന്ന ഭക്ഷണം എടുക്കുവാൻ പോയ സമയത്ത് റബ്ബർ മരത്തിന്റെ ചില്ലകൾ സജിതയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. സ്കൂട്ടറിനും നാശം സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് തെക്കേത്തുറവിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമറിലെ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. മേഖലയിലെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങാണ് വൈദ്യുതി പോസ്റ്റിലേക്ക് വീണത്. തുടർന്ന് തെങ്ങ് മുറിച്ചുമാറ്റി KECB അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെ ഒരു ചെറിയൊരു കാറ്റോട് കൂടി ഒരു സൗണ്ട് കൂടെ കേട്ടു. ആ സൗണ്ട് കേട്ട് നാട്ടുകാർ വിളിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ വളിപ്പിലെ തെങ്ങ് ഒരു 10 അടി മോളിൽ നിന്ന് ഒടിഞ്ഞ് വീഴാണ് ഉണ്ടായത്. 2 പോസ്റ്റ് പോയി. ഈ നേരം ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ നാട്ടുകാർ ഇലക്ട്രിസിറ്റി ഓഫീസിനെ അറിയിച്ചു. അവർ വന്നു. എല്ലാവരും കൂടിയിട്ട് യുദ്ധകർമ്മ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി തന്നെ കറണ്ട് വരാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2 നിലകളിലായി 44 ലക്ഷം രൂപ ചിലവിലാണ് വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് നിർമ്മിച്ചിട്ടുള്ളത്. കാഴ്ചപ്പാട് തെളിവുകൾ നമുക്ക് ലഭ്യമായി. കോലളവും ചങ്ങലയളവും ഒക്കെ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികവും സുതാര്യവുമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ കേരളത്തിൽ അളവ് നടത്തിയപ്പോൾ കൃത്യമായി രേഖപ്പെടുത്തി അതിർത്തിക്കുള്ളിൽ അധികമായ ഭൂമി ഉണ്ടാകുന്നതായി നമ്മൾ കാണുകയാണ്. ഇന്ന് കേരളത്തിലെ 19 വില്ലേജ് ഓഫീസുകളെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ എല്ലാം നടന്നു കഴിഞ്ഞ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ വിവിധ സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർമ്മാണം ആരംഭിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനവും എന്ന നിലയിലുള്ള ഒരു സംസ്ഥാന പരിപാടി കൂടിയാണ് വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംയുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ദിവസം. റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ജില്ലയിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ സേവനങ്ങൾ മെച്ചപ്പെടുന്നതിനാലും വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നു വരുന്നുണ്ട്. പട്ടയങ്ങളുടെ കാര്യങ്ങളിലായാലും ഓരോ ഓഫീസുകളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലായാലും നമ്മുടെ ജില്ല വളരെ മുന്നിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ റവന്യൂ ഓഫീസുകൾ പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആവുന്നതിന് വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തി നടന്നു വരികയാണ്.
നമ്മുടെ ജില്ലയിൽ 184 വില്ലേജ് ഓഫീസുകളാണ് ബിൽഡിങ്ങുകൾ. ദേശീയപാത കുട്ടനല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു പൗലോസ്, ഡ്രൈവർ പത്മകുമാർ എന്നിവർക്ക് പരിക്കേറ്റു. ഡിവൈഎസ്പിയുടെ കയ്യിലെ പരിക്ക് സാരമുള്ളതാണ്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. ദേശീയപാത മണലിയിൽ മിനി വാനിന് പിറകിൽ കാറിടിച്ച അപകടം. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് തിരിയുന്ന റോഡിലാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ 6:15ഓടെയായിരുന്നു സംഭവം. മടവാക്കരയിലേക്ക് കടക്കുന്നതിനിടെ കാർ വാനിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന പാഴ്സൽ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. KCB തൊഴിലാളികളുടെ സംയുക്ത സംഘടനയായ NCEOE-യുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തോട് അവഗണനയെന്നാരോപിച്ച് KCB പുതുക്കാട് സെഷൻ ഓഫീസിലെ ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും പ്രതിഷേധ സമരം നടത്തി. വിപിൻ കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിവാകരൻ, ബിപിൻ, ബൈജു, പ്രശോക് തുടങ്ങിയവർ പ്രസംഗിച്ചു. അപകടകരമായ വൈദ്യുത മേഖലയിലെ ജീവനക്കാരുടെ തടഞ്ഞുവച്ചിരിക്കുന്ന DA, DR ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക, കരാർ തൊഴിലാളികളുടെ നിലവിലുള്ള നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക, വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അനിശ്ചിതകാല സമരം നടത്തുന്ന CITU, AATUC, INTUC, OA, പെൻഷനേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നത്. KCB തൊഴിലാളികളുടെ സംയുക്ത സംഘടനയായ NCCOEE-യുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തോട് അവഗണനയെന്നാരോപിച്ച് KCB വരന്തരപ്പള്ളി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും പ്രതിഷേധിച്ചു. KD ഷാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PT സോവിയറ്റ്, VP സുരേഷ്, KA ഷംസുദ്ദീൻ, PV പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയമനവും പ്രമോഷനും നടത്തി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക, കരാർ തൊഴിലാളികളുടെ ബില്ലുകൾക്ക് യഥാസമയം പണം നൽകുക, കരാർ തൊഴിലാളികളുടെ നിലവിലുള്ള നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടക്കുന്നത്. അനിശ്ചിതകാല സമരം സിന്ദാബാദ്. അനിശ്ചിതകാല സമരത്തിൽ പങ്കാളികളായ തൊഴിലാളികൾക്ക് 100 രൂപ അഭിവാദ്യങ്ങൾ. ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് 3 ഗുണ്ടകളെ കാപ്പ ചുമത്തി ജയിലിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡിയായ വരന്തരപ്പള്ളി റൊട്ടിപ്പടി വെട്ടിയാട്ടിൽ വീട്ടിൽ തൈരുകുടം ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപിന്നി കണ്ണനാംകുളം എറാക്കൽ വീട്ടിൽ സൂരജ്, കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡിയായ കൊടകര പുലിപ്പാറ കുന്ന് ദേശത്ത് കിഴക്കേടത്ത് വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ശ്രീജിത്ത് വരന്തരപ്പള്ളി, പുതുക്കാട്, ഗുരുവായൂർ, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും 1 കവർച്ചാ കേസിലും 1 തട്ടിപ്പ് കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലും അടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സൂരജ് മതിലകം, കയ്പമംഗലം, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും 1 കവർച്ച കേസിലും അടക്കം 23 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിഖിൽ ആളൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും അടക്കം 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ശ്രീജിത്ത്, സൂരജ്, നിഖിൽ എന്നിവരെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R ബിജു, സബ് ഇൻസ്പെക്ടർമാരായ T അഭിലാഷ്, അലി, ASI ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൽ, രജനീഷ്, പ്രിയ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ, രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവുമായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വനമന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും.
ലോക പ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ കോയുടെ രൂപകൽപ്പനയിൽ 338 ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാർക്ക് സജ്ജമായിരിക്കുന്നത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി വീടുകളിലെ മാലിന്യ സംസ്കരണത്തിനായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനു ജോജു, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, VEO ധന്യ MV എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി സഹകാർ സേവാ കേന്ദ്രയുടെ പ്രവർത്തനോദ്ഘാടനവും സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കൊടകര നേത്രജ്യോതി ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, സഹകാർ ജില്ലാ കോർഡിനേറ്റർ അനൂപ് നാലുകണ്ടത്തിൽ, സഹകാർ സേവാ കേന്ദ്രമുടമ അജിതൻ നെല്ലിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ആറ്റുപള്ളി നവോദയ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. സുജുഷ പ്രകാശന്റെ വസതിയിൽ നടന്ന സദസ്സ് ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, KN ചന്ദ്രൻ, വായനശാല സെക്രട്ടറി KV മനോജ്, വായനശാല പ്രസിഡന്റ് ഷിജി ഷാജി, KA സുദിനൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ വീട്ടുമുറ്റ സദസ്സ് നടത്തി. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനവും വിഷയാവതരണവും നിർവഹിച്ചു. വായനശാല സെക്രട്ടറി ഷാജു കാവുങ്ങൽ, കമ്മിറ്റി അംഗങ്ങളായ ഷനീബ്, ഹംസ, ജോയ് കാവുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് പുതുക്കാട് സ്റ്റോപ്പ് എന്ന ആവശ്യം ശക്തമാകുന്നു. പുലർച്ചെ 4 മണിയോടെ പുതുക്കാട് എത്തുന്ന സ്റ്റേഷനിൽ റിസർവേഷൻ ഇല്ലാതെ തന്നെ ചുരുങ്ങിയ ചെലവിൽ രാവിലെ 10-ന് തിരുവനന്തപുരത്തെത്താം. കൂടാതെ തിരിച്ച് വൈകിട്ട് 5:30-ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 10:45-ന് പുതുക്കാട് എത്തുന്ന ട്രെയിൻ ഗുരുവായൂർ തീർത്ഥാടകർക്കും വേളാങ്കണ്ണി തീർത്ഥാടകർക്കുമുള്ള കണക്ഷൻ ട്രെയിനായും ഉപയോഗിക്കാം. പുതുക്കാടിനേക്കാളും വരുമാനം കുറഞ്ഞ കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത്, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം അടക്കം ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടെന്ന് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷനും പുതുക്കാട് BJP മണ്ഡലം കമ്മിറ്റിയും ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തൃശൂർ സൗത്ത് ഏരിയ സമ്മേളനം മരത്താക്കരയിൽ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ലെൻസ്ബഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ, സെക്രട്ടറി TC നിർമ്മൽ, ട്രഷറർ പോൾ ജോർജ്, സംസ്ഥാന സമിതി അംഗങ്ങളായ CK ഷാജു, സുമേഷ്, സജിൻ വെണ്ണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ആന്റണി J ചിരിയങ്കണ്ടത്തിനെയും സെക്രട്ടറിയായി ജസ്റ്റിൻ ആറ്റുപുറത്തിനെയും ട്രഷററായി KB വിനോദിനെയും തിരഞ്ഞെടുത്തു. ഇനി കാണാം തദ്ദേശ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് മുരിയാട് പഞ്ചായത്ത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് തൃശ്ശൂരിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മുരിയാട് ഗ്രാമപഞ്ചായത്ത്. വില്ലേരിക്കര, പാലക്കുഴി, തറയിലക്കാട്, പാറേക്കാട്ടുകര, കുന്നത്തറ, വട്ടപ്പറമ്പ്, മുരിയാട് സെൻറ്റർ, ആനുരുളി, പുല്ലൂർ അണ്ടിക്കമ്പനി, ഊരകം ഈസ്റ്റ്, ഊരകം വെസ്റ്റ്, മുല്ലക്കാട്, തുറവക്കാട്, മിഷൻ ഹോസ്പിറ്റൽ, ചേർപ്പുംകുന്ന്, കപ്പാറ, ആനന്ദപുരം സെൻറ്റർ എന്നിങ്ങനെ 17 വാർഡുകളാണ് പഞ്ചായത്തിൽ ഉള്ളത്. വാർഡ് പുനഃക്രമീകരണം പൂർത്തിയാകുമ്പോൾ തങ്കരാജ് നഗർ എന്ന പുതിയൊരു വാർഡ് കൂടി ഉൾപ്പെടുത്തി 18 വാർഡുകളായി മാറുകയാണ് മുരിയാട് പഞ്ചായത്തിൻ്റെ ചിത്രം. 26,499 വോട്ടർമാരാണ് ഇത്തവണ ജനവിധി തീരുമാനിക്കുന്നത്. നിലവിൽ 11 അംഗങ്ങളുടെ പിൻബലത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ 6 അംഗങ്ങളാണ് UDFിനുള്ളത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടി പഞ്ചായത്തിൽ ഇടം പിടിക്കാൻ വ്യക്തമായ കരുനീക്കങ്ങളുമായി BJP എത്തുന്നതോടെ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും.
വാർഡ് 4 പാറേക്കാട്ടുകര, 6 വട്ടപ്പറമ്പ്, 7 മുരിയാട് സെന്റർ, 10 പുല്ലൂർ അണ്ടിക്കമ്പനി, 11 ഊരകം ഈസ്റ്റ്, 13 മുല്ലക്കാട്, 16 ചേർപ്പുംകുന്ന് എന്നീ വാർഡുകളാണ് സ്ത്രീ സംവരണ വാർഡുകൾ. പുതുതായി ഉൾപ്പെടുത്തിയ വാർഡ് 8 തങ്കരാജ് നഗറും വാർഡ് 17 കപ്പാറയും പട്ടികജാതി സ്ത്രീ സംവരണമാണ്. വാർഡ് 2 പാലക്കുഴി പട്ടികജാതി സംവരണവും. മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരം, ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതി, പൊതുമ്പുചിറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നിങ്ങനെ വിപ്ലവകരമായ വികസനത്തിന്റെ 5 ആണ്ട് പൂർത്തീകരിക്കുകയാണെന്ന് LDF ഭരണസമിതി അവകാശപ്പെടുമ്പോൾ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ ഒതുങ്ങിയതാണ് 5 വർഷത്തെ ഭരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ നിലപാടുകളുമാകും മുരിയാടിന്റെ ജനവിധിയിൽ നിർണായകമാവുകയെന്നാണ് വിലയിരുത്തൽ. നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം മേൽശാന്തി മനോജ് ശാന്തി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. പ്രസിഡന്റ് ശ്രീധരൻ കളരിക്കൽ, സെക്രട്ടറി ദേവദാസ് പുതുക്കാടി, ട്രഷറർ ലെനികുമാർ, കമ്മിറ്റി അംഗങ്ങളായ സുശാന്ത് ചിന്നങ്ങത്ത്, രാജു കഥളിക്കാട്ടിൽ, മോഹനൻ മാണുക്കാടൻ, നിധിൻ രാജ്, മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ആമ്പല്ലൂരിൽ നടന്ന തൃക്കൂർ കല്ലൂർ ആമ്പല്ലൂർ പുതുക്കാട് മുരിയാട് NSS സംയുക്ത മേഖലാ നേതൃയോഗം NSS ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പിള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ കല്ലൂർ മേഖലാ പ്രതിനിധി നന്ദൻ പറമ്പത്ത്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ബിന്ദു ജി മേനോൻ, വനിതാ യൂണിയൻ മേഖലാ പ്രതിനിധികളായ K രാജലക്ഷ്മി, ശ്രീമതി തുഷാര, താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, ആമ്പല്ലൂർ കരയോഗം പ്രസിഡന്റ് C മുരളി എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്ത് നവംബർ 2-ന് സമാപിക്കും. തോട്ടാമറ്റത്ത് മന നാരായണൻ നമ്പൂതിരിയാണ് ചന്ദനം ചാർത്ത് നിർവഹിക്കുന്നത്. ദർശന സമയം വൈകിട്ട് 4:30 മുതൽ 8 വരെയാണ്. ചൊവ്വാഴ്ച പരശുരാമൻ ആയിട്ടാണ് ദർശനം. ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം ഞായറാഴ്ച മഹാത്മ്യ പാരായണത്തോടെ ആരംഭിച്ചു. ഗ്രന്ഥവും ഭഗവത് വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥം നന്ദിപുരം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നവംബർ 2 ഞായർ വരെ തുടരുന്ന സപ്താഹത്തിന്റെ ആചാര്യൻ നരഹരി പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയാണ്. നിയുക്ത ശബരിമല മേൽശാന്തി ഏനന്നൂർ മന പ്രസാദ് നമ്പൂതിരിയെ ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു. തിങ്കളാഴ്ച വ്യാസ നാരദ സംവാദം, വിവിധ സ്തുതികൾ എന്നിവ പാരായണം ചെയ്തു. ചൊവ്വാഴ്ച കപിലാവതാരം, ദശയാഗം, ധ്രുവചരിതം മുതലായ ഭാഗങ്ങൾ പാരായണം ചെയ്യും. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ അത്യാധുനിക ബ്ലോക്ക് നിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപന ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ആശുപത്രിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പുതിയ OP ബ്ലോക്ക് 1 കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ പദ്ധതി വിശദീകരണം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീനാകുമാരി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CU ഷീജ, HMC പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, പ്രനില ഗിരീശൻ, സജനി സന്തോഷ്, ലത ഷാജു, ഷീബ ജോഷി എന്നിവർ പങ്കെടുത്തു. തൃക്കൂർ കോനിക്കര ഫാത്തിമ മാതാ പള്ളിയിൽ നടന്ന ജപമാല നിർമ്മാണ മത്സരം ശ്രദ്ധേയമായി. ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഇടവകയിലെ 7 യൂണിറ്റുകളിൽ നിന്നായി 70 ജപമാലകൾ മത്സരത്തിൽ പ്രദർശിപ്പിച്ചു. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജപമാലകൾ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ സന്ദേശം നൽകി. ആൻഡോ പുറത്തൂക്കാരൻ, ആൻസി ബിജോ, ബിന്ദു ജോബ്, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിൽ കൊന്ത സമർപ്പണം നടത്തി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വേഷമണിഞ്ഞാണ് കുട്ടികൾ ചടങ്ങിലെത്തിയത്. വിശുദ്ധ കുർബാനയും അനുഗ്രഹ പ്രാർത്ഥനകളും നടന്നു. ചെങ്ങാലൂർ സെന്റ് മേരീസ് സ്കൂളിലെ 1982 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പരിപാടിയിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KN നാരായണനെയും സെക്രട്ടറിയായി MV പ്രസന്നകുമാരിയെയും കൂടാതെ മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ ഡിസംബർ 28-ന് 1982 ബാച്ചിന്റെ ആദ്യ സംഗമം നടത്താൻ തീരുമാനിച്ചു.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാപ്പാളിക്കുളം നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ് എന്നിവർ മുഖ്യാതിഥികളാകും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ചൊവ്വാഴ്ച രാവിലെ 10-ന് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. അളഗപ്പ് നഗർ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. അഭിമുഖം 30-ന് രാവിലെ 11:30-ന് പുതുക്കാടുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027512232. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് തെക്കേത്തുറവിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമറിലെ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കൂട്ടനല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറിഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. മണലിയിൽ മിനി വാനിന് പിറകിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്ക്. KECB പുതുക്കാട് വരന്തരപ്പള്ളി സെഷൻ ഓഫീസുകളിലെ തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. സമരപരിപാടികൾ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ. മൂന്ന് ഗുണ്ടകളെ കാപ്പ ചുമത്തി ജയിലിലാക്കി. അറസ്റ്റിലായവരിൽ വരന്തരപ്പള്ളി കൊടകര സ്വദേശികളും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.